നമ്മൾ ദമ്മ് തുറക്കുകയാണ്. റൈസ് മൊത്തം സെറ്റായിട്ടുണ്ട്. ബീഫ് ഉടഞ്ഞു പോയിട്ടില്ല. എല്ലാം നല്ല കൺസിസ്റ്റൻസിയിലാണ്, അടിക്കും പിടിച്ചിട്ടില്ല. അച്ഛാ, ബീഫ് വെള്ളത്തിൽ വെച്ച് നമുക്ക് ഇന്നെ ബീഫ് ബിരിയാണി ചെയ്യാം, അടിപൊളിയായിട്ട്. ബാ, നീ ചെയ്യുന്ന നിന്റെ കൊണ്ട് ബീഫ് ബിരിയാണി കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി. എപ്പോഴും ബിരിയാണി അല്ലേ, നമുക്ക് വെറൈറ്റി ഒരു ഡിഷ് പിടിച്ചാലോ? എന്താ? അഫ്ഗാനി ബീഫ് പുലാവ്. ബീഫ് വെച്ച് പുലാവോ? ഞാൻ ഇതുവരെ കേട്ടില്ല. അടിപൊളി സാധനം, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്താക്കാം. എന്നാ ബാ. ഓക്കെ, എന്നാ അതാ തുടങ്ങും. അപ്പം നമ്മുടെ അഫ്ഗാനി ബീഫ് പുലാവിന് വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ക്യാരറ്റ്, പച്ചമുളക്, ഉണക്കമുന്തിരി. ഇത് കറുത്ത ഉണക്കമുന്തിരി ആണെങ്കിൽ ഏറ്റവും നല്ലത്, കറുത്തതില്ലായിരുന്നു, അതാണ് ഗോൾഡൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 സവോള സ്ലൈസ് ചെയ്ത്, പിന്നെ ഇതിന് മസാലയ്ക്കായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മല്ലി, ജീരകം, കുരുമുളക്. ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് പരിപാടിയിലെടുത്ത് തുടങ്ങാം. തന്നെ ഗ്യാസ് ഓൺ ചെയ്ത് പാത്രം എടുത്ത് അതിലേക്ക്. ഓക്കെ, അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഇടുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽമയുടെ ഗീ ആണ്. 1 സ്പൂണ് ഗീ ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക്. മെൽറ്റായി വരിക. വന്നപ്പോൾ തന്നെ നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്, ഇവിടെ ഞാൻ ഒറ്റ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്, അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്ന് സോട്ടായി വരുമ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി എടുത്ത് വെച്ചിരുന്നത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. സോട്ടായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇത് നമ്മൾ ടോപ്പിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി ഗീ ആഡ് ചെയ്യുകയാണ്. സെറ്റ്. അപ്പം ഞാൻ ഗീയുടെ കൂടെ കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഓണിയൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നു. നമ്മുടെ സവാള വഴന്നു വന്നതിനകത്ത് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പം നമ്മുടെ ഒണിയനും ജിഞ്ചർ ഗാർലിക്കും നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ബീഫ് ആഡ് ചെയ്യാൻ പോവാണ്. ബീഫ് ഓൾറെഡി നമ്മൾ കുക്കറിനകത്ത് വെച്ചു ഒരു 4 വിസിൽ. ഇതിനകത്ത് ജസ്റ്റ് ആഡ് ചെയ്തേക്കുന്ന ഉപ്പ് മാത്രമാണ്. ഒരു 4 വിസിലും അടുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് വെച്ചേക്കണം, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ നമ്മൾ ബീഫ് മാത്രം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മൾ നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് അതേപോലെ ആഡ് ചെയ്യുകയാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മല്ലി, ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി പൊടിച്ചതാണ്. ഇതിലേക്ക് 2 സ്പൂണ് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുക. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്, അതും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇതാണ് ഇതിനകത്ത് വരുന്ന ബേസിക് മസാല എന്ന് പറയുന്നത്. ഇനി വേറൊരു മസാലയും ഇതിനകത്തോട്ട് വരത്തില്ല. ഉപ്പ് ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ മസാല ബീഫിൽ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച സ്റ്റോക്ക് വാട്ടറാണ്. നമ്മൾ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ്സിനാകുമ്പോഴത്തേക്ക് ഏകദേശം 3 ഗ്ലാസ്സാണ് വേണ്ടത്. 3 ഗ്ലാസ് വെള്ളം. അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 2 കപ്പിനടുപ്പിച്ച് സ്റ്റോക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളവും കൂടി ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ വെള്ളവും സ്റ്റോക്കും എല്ലാം കൂടി ആഡ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 1/2 ലെമൺ സ്ക്യൂസ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരെ കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ബസ്മതി റൈസ്, സെല്ല റൈസ് രണ്ടും ഓപ്ഷണലാണ്, നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഒരു വേള നിങ്ങൾ കുതിർത്ത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം, അങ്ങനത്തെ രീതിയിൽ വേണം ആഡ് ചെയ്യാനായിട്ട്. കുതിർത്ത് വെച്ചത് കാരണം 1.5 ഗ്ലാസ് തന്നെ ധാരാളമാണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. ആഹാ, അടിപൊളിയായിട്ടുണ്ട്. വെള്ളം ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് നേരം കൂടി ദമ്മായി കഴിഞ്ഞാൽ ഏകദേശം സംഭവം നല്ലപോലെ സെറ്റായി വരും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതൊന്ന് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ തയ്യാർ ചെയ്ത് വെച്ചിരുന്ന ടോപ്പിങ് ഇതിൻ്റെ മേളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അഫ്ഗാനി ബീഫ് പുലാവ് റെഡിയാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം നമ്മൾ ഒരു 10 മിനിറ്റും കൂടി ദമ്മ് വെച്ചായിരുന്നു. ഇപ്പം നമ്മൾ ദമ്മ് തുറക്കുകയാണ്. എന്നാ സ്മെല്ലാണ്.
ഇനി ഒന്നുമില്ല, ടേസ്റ്റ് ചെയ്യുക, പ്ലേറ്റിലിടുക. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു മിൻറ്റിൻ്റെ ചട്നി ഉണ്ടാക്കാം. ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ ഓണിയൻ്റെ ഒരു സലാഡാണ് ജസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്, നമ്മുടെ സാധാരണ ബിരിയാണിയുടെ കൂടെയൊക്കെ എടുക്കുന്ന പോലത്തെ. സോ ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. റൈസ് മൊത്തം സെറ്റായിട്ടുണ്ട്, ബീഫ് ഉടഞ്ഞു പോയിട്ടില്ല, എല്ലാം നല്ല കൺസിസ്റ്റൻസിയിലാണ്, അടിക്കും പിടിച്ചിട്ടില്ല. അപ്പം ഇതാണ് അഫ്ഗാനി പുലാവ്. ഇനിയും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂവും കൂടി പറയാം. അപ്പം നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചെറിയൊരു സലാഡും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും റിവ്യൂവിലേക്ക് പോവാം. ഓക്കെ, റിവ്യൂ ഞാൻ പറയാമെന്ന് വെച്ചാണ്, അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ പ്രസൻറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ അവന് തന്നെ കൊടുക്കാം. റിവ്യൂ പ്ലീസ്. അവൻ ഓക്കെ പറഞ്ഞു, അപ്പം പ്രശ്നമില്ല. അപ്പം ഞാനും കൂടി ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. എങ്ങനെയുണ്ട്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർബായിട്ടുള്ള സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി മസാലയും കാര്യങ്ങളും ഒന്നുമില്ല, ചെറിയ ഇതിൻ്റെ എല്ലാം കൂടി ഒരു മധുരവും കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ട് ദൈവം വന്ന് അടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം എരിവ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സംഭവമാണ്. നല്ല പ്ലെയിൻ ആയിട്ട് വരുന്നു, പക്ഷേ ഈസി കുക്കിംഗ് ആണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.